ഇപ്പൊ കേരളത്തിലെ ലോകത്തിലെ ഏത് രാജ്യത്തിനോടും കിടപിടിക്കാവുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പോയി. രണ്ടാമത് ചോദിച്ചതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഐഫയെ കുറിച്ചിട്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം നടി കനിഹയാണ് ഉദ്ഘാടനം ചെയ്തത്, ഒരെണ്ണം ഇന്നസെന്റ് ഒക്കെ. ഐഫയുടെ യാത്ര ഇപ്പോ ഇന്ന് നമുക്ക് 14 ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്, 11 റീറ്റെയിൽ ശൃംഖലകൾ എല്ലാ ഭാഗങ്ങളിലായിട്ടുണ്ട്. 100% 70% കസ്റ്റമൈസേഷൻ. കറക്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്, ഞങ്ങള് അക്കൗണ്ടബിലിറ്റിക്കും ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, 1000-1 ആയിട്ട് ഫണ്ട് റീഫണ്ട് ചെയ്യണമെങ്കിൽ ഫണ്ട് അങ്ങ് റീഫണ്ട് ചെയ്ത് കൊടുത്ത് പ്രൊഡക്റ്റ് എടുത്താൽ എന്നാലും അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അടുത്ത തവണ അവർ പറയും കൊള്ളാവുന്ന ഒരാളുകളാണെന്ന് പറയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമസ്കാരം, ഞാൻ അജയ് ശങ്കർ. ഞാനിപ്പോൾ ഉള്ളത് ഐഫയിലാണ്. ഐഫ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ കേരളത്തിൽ ഫർണിച്ചർ യൂണിറ്റുകളിൽ ഏറ്റവും ബൃഹത്തായ ശൃംഖല എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ ഒപ്പം ഉള്ളത് ശ്രീ ഫൈസൽ ചീരനാണ്, ഇതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO. നമസ്കാരം. നമസ്കാരം. എനിക്ക് പലപ്പോഴും നമ്മൾ ഈ ഫർണിച്ചറിനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, നേരത്തെ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഇന്ന് കറക്റ്റായിട്ട് കയറി വരുന്ന ഒന്നാണ്. എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഐഫയെ കുറിച്ചിട്ടാണ്. എന്ന് തുടങ്ങി, എപ്പോ തുടങ്ങി, എന്തിനു തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. കുറച്ചു കാലം മുമ്പ് വരെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡുകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വെളിയിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റുകൾ. പക്ഷെ ഇപ്പൊ കേരളത്തിലെ ലോകത്തിലെ ഏത് രാജ്യത്തിനോടും കിടപിടിക്കാവുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പോയി കോപ്പി അടിച്ചിട്ടോ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടോ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻസ്പിറേഷനാണ്. ചൈനയിൽ നിന്ന് നമ്മൾ കൊണ്ടിരുന്ന പല മോഡലുകളും ഇപ്പൊ നമ്മൾ കൊണ്ടിരുന്നില്ല, കമ്പോണൻസ് മാത്രമേ കൊണ്ടിരുന്നുള്ളൂ. രണ്ടാമത് ചോദിച്ചതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഐഫയെ കുറിച്ചിട്ട്. ഞങ്ങള് 10-12 വയസ്സ് മുതൽ തന്നെ ചെറിയ രീതിയിൽ വീട്ടിൽ ഈ ഫർണിച്ചറിന്റെ നെയ്ത്ത്, ഈ മുടയണ ഒരു പരിപാടി ഉണ്ട്. പണ്ടത്തെ ഒരു ചെയർ കണ്ടിട്ടുണ്ടോ, ഒരു ഇരുമ്പിന്റെ കസേര, അതിന്റെ ഒക്കെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു നമ്മൾ തുടക്കം. ഞാനൊരു 20 വയസ്സ് മുതൽ പൂർണ്ണമായിട്ട് ഫർണിച്ചറിന്റെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. 2009 മുതൽ പൂർണ്ണമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, റീറ്റെയിൽ രംഗത്തേക്ക് ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം നടി കനിഹയാണ് ഉദ്ഘാടനം ചെയ്തത്, ഒരെണ്ണം ഇന്നസെന്റ് ഒക്കെ. ആദ്യത്തെ ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ കോഴിക്കോട് കുറ്റ്യാടി തൊട്ടിൽപ്പാലത്താണ്. എനിക്ക് ഞാൻ തോന്നുന്നു, എനിക്ക് അവിടെയോ അതിന്റെ അടുത്തൊരു ഷോറൂം എവിടെയോ ഞാൻ രാമനാട്ടിലായിട്ട് ചെയ്തത്. അത് ഇന്നസെന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീ ഇന്നസെന്റ് മരണപ്പെട്ടു പോയി. അദ്ദേഹം വളരെ സ്നേഹത്തോടെ MP ആയിരിക്കുമ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്. ഐഫയുടെ യാത്ര ഇപ്പോ ഇന്ന് നമുക്ക് 14 ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട്, 11 റീറ്റെയിൽ ശൃംഖലകൾ എല്ലാ ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതുപോലത്തെ സ്റ്റോറുകൾ. അതുപോലെ തന്നെ നമുക്കൊരു 11 ഫാക്ടറി ഉണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓൺ ഫാക്ടറി നമുക്കൊന്ന് നടന്നു സംസാരിക്കാന്ന് വിചാരിക്കുന്നു. ഓൺ ഫാക്ടറി 11 ഉണ്ട്. 11 ഓൺ ഫാക്ടറി ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കണ്ട പോലെ മിക്കവാറും നമ്മൾ തന്നെ സ്ഥലങ്ങളിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഉള്ളത്. പല തമിഴ്നാടും അല്ലെങ്കിൽ കർണാടകയും പല ഷോറൂമുകളിലേക്ക് നമ്മൾ കേരളത്തിലുള്ള ഷോറൂമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു 4 ഇന്റീരിയർ ഡിവിഷൻ ഉണ്ട്. അതായത് വീടുകളിലേക്ക് വേണ്ടി ഡോക്ടർ ഇന്റീരിയർ ഇന്റീരിയർ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുക. ഞങ്ങൾ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ആർക്കിടെക്ട്സ് ആണ് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് മുതൽ ആദ്യം വരുന്നത്. അപ്പൊ ഒരു ഇന്റീരിയർ അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. സാറ് ചെയ്യുന്ന രീതി കോൺസെപ്റ്റുകളാണ്. കാരണം ഒരു വീടിന് ഒരു സ്റ്റോറി ഉണ്ടാവും. നിങ്ങൾ ആദ്യം സ്റ്റോറി അല്ല എഴുതുക, അതിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീടിന്റെ കഥ എഴുതും. കഥ എഴുതിയിട്ടാണ് പിന്നെ ഡിസൈനിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ സ്റ്റോറിയിൽ നമ്മളിവിടെ വിൽക്കുന്ന പല റെഡിമെയ്ഡ് ഫർണിച്ചറുകളും അപ്രസക്തമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സെഗ്മെന്റിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ആർക്കിടെക്ട് ഫേം ഉണ്ട്. അടിപൊളി, അത് മുന്നോട്ട് വരട്ടെ. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധാരാളം ഫർണിച്ചർ ഷോറൂമുകൾ ധാരാളമായിട്ട് വിറ്റുകൊണ്ടിരുന്നു. അന്ന് വുഡ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് അതിന്റെ ഒരു കാലഘട്ടം മാറി ബോർഡുകളിലോട്ട് വന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും കസ്റ്റമൈസേഷൻ ആണ് വരിക. കസ്റ്റമൈസേഷൻ അല്ലെ, 100% എന്നുള്ളതിൽ 70% കസ്റ്റമൈസേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്, ഇപ്പോൾ 70% നമുക്ക് വരുന്ന കസ്റ്റമൈസേഷൻ. ഡിസ്പ്ലേ കാണുക, കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങിക്കും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം, അതിന്റെ ഒരു റേഷ്യോ നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഫാക്ടറി ഉള്ളത് കൊണ്ടോ? ഒന്ന് ഫാക്ടറി ഉള്ളത് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറെ വെണ്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കമ്പനികൾ മാത്രമൊന്നുമല്ല, പല ആളുകളെയും ആശ്രയിച്ച് തന്നെയാണ് സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്നുണ്ട്, സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഷോറൂമിലെ കാണുന്ന സ്ഥലത്ത് സ്റ്റിക്കർ ഒട്ടിക്കരുതെന്ന് പറയും. കാരണം ആ വെച്ച സാധനമല്ല, അതിന്റെ വേറെ മോഡലുകളും സൈസുകളാണ് ആവശ്യം. അപ്പൊ സ്റ്റിക്കർ മുഷിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് സ്റ്റോറിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അപ്പൊ നമ്മളിവിടെ അടിയിലൊക്കെ പൊട്ടിക്കുമ്പോൾ സ്റ്റാഫ് പറയും എന്തിനാ അടിയിൽ ഒട്ടിക്കണമെന്ന് ചോദിക്കും. നമുക്കറിയാം ഇതൊരു 1 ഇയർ കഴിഞ്ഞാൽ ഹാഫ് പ്രൈസിന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാല്. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇന്റീരിയർ വരെ മുഴുവൻ ആളുകളും വില കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. എന്താ വെച്ചാൽ ഇയർ ബാക്ക് ആണ്. ഈ ഫർണിച്ചറുകൾ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഫർണിച്ചറുകളല്ല, പക്ഷെ കസ്റ്റമൈസേഷൻ കൂടി. അങ്ങനെയാണ് നമുക്ക് ഈ ഏജ്ഡ് സ്റ്റോക്കുകൾ വരുന്നത് ശരിക്കും ഷോറൂമിൽ. സർവീസിന്റെ കാര്യത്തില് ഇപ്പോ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മീൻസ് എനിക്ക് തോന്നുന്നു, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കാരണവന്മാർ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് ഉപയോഗിച്ച് കളഞ്ഞു.
അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് മാറിക്കൊടുക്കുന്നതിനെ കുറിച്ച് ആണ് ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് ആലോചിക്കുക, കട്ടിൽ പോലുള്ള കാര്യങ്ങൾ. പക്ഷെ ഇന്ന് സർവീസിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അതായത് നിങ്ങൾക്ക് ഒരു 5 രൂപ കൂടുതലാണെങ്കിലും വരുന്ന ആൾക്കാരെ നിങ്ങൾ അതായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബാക്കിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സർവീസിന് അവർ വാല്യൂ തരാൻ തുടങ്ങി. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? നമ്മുടെ എത്രയാണ് സർവീസ്, നമ്മളതിന് കൊടുക്കുന്ന വാല്യൂ എന്താണ്? ആക്ച്വലി ഐഫ കൊടുക്കുന്ന വാല്യൂ, ഞങ്ങൾക്കൊരു ഐഫ ഇന്ത്യ എന്നൊരു പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈസൽ ചേരി എന്നൊരു പേജ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അടിയിൽ ഞാൻ എല്ലാ ഫർണിച്ചറുടെ കടക്കാരുടെയും പ്രൊഡക്റ്റുകളൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കമന്റിൽ വന്നിട്ട് അവർ മറുപടി ഇട്ടാൽ മതി, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി ഇന്നൊരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോക്കസ് ആ കംപ്ലൈന്റ് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് കോസ്റ്റ് ഒന്നുമില്ല. അത് നമ്മുടെ ഒരു ബാനർ വെച്ചതാണ് ആ വീട്ടിൽ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചുളിയാതെ വെക്കുക എന്നുള്ളത് നമ്മുടെയാണ് ആവശ്യം. നമ്മുടെ പരസ്യമാണ്, അത് ഡിസ്പ്ലേ ആണ്, നമ്മുടെ പരസ്യമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വീട്ടുകാരെക്കാൾ കൂടുതൽ നമ്മളതിൽ കൺസേൺ ആണ്. പിന്നെ ഫാക്ടറി ഉള്ളതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ എല്ലാവർക്കും മനസ്സിലായി സർവീസിന്റെയും അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് നെഗറ്റീവ് റിവ്യൂ ഫേസ്ബുക്കിൽ ഇട്ടാൽ തന്നെ അല്ലെ. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ബ്രാൻഡിന്റെ കാറ് സർവീസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കാറിന്റെ ബാക്കിൽ ബാനർ ഒട്ടിച്ചത് വൈറലായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അയാൾ ഫേസ്ബുക്കിൽ ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക്, മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഏത് ബ്രാൻഡിനും ഉയർത്തുന്നത്. ഇപ്പോൾ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തകർന്നു എന്ന് പറയുമ്പോൾ 5 വർഷം മുമ്പ് അവരോട് ടാബ്ലറ്റ് വാങ്ങി പഠിച്ചിരുന്ന കുട്ടികളൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സർവീസ് ഒരു വീക്കായിരുന്നു, മൗത്ത് പബ്ലിസിറ്റി വളരെ മോശമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ സർവീസിൽ മാത്രം. ഞാൻ ചെയ്യുന്നത് സർവീസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിക്കും. ഞങ്ങൾക്കൊരു 4-5 കംപ്ലൈന്റ് ഒരു മാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഞാൻ തന്നെ വിളിച്ച് അവരോട് സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും. ചില സമയങ്ങളിൽ അപൂർവമായിട്ട് 1000-1 ആയിട്ട് ഫണ്ട് റീഫണ്ട് ചെയ്യണമെങ്കിൽ ഫണ്ട് അങ്ങ് റീഫണ്ട് ചെയ്ത് കൊടുത്ത് പ്രൊഡക്റ്റ് എടുത്താൽ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അടുത്ത തവണ അവർ പറയും കൊള്ളാവുന്ന ഒരാളുകളാണെന്ന് പറയണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. സർവീസിന്റെ കാര്യത്തിൽ എനിക്കൂടെ ഒന്ന് പറയാനുണ്ട്. കാര്യം ഞാനിവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് പലരും വിളിക്കുമ്പോഴത്തേക്കും പല വീഡിയോസ് ചെയ്യുന്ന കാരണം നമ്മളോട് സജഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുക, എനിക്കൊരു 3 ദിവസം മുമ്പാണ് ആദർശാണ് അറ്റൻഡ് ചെയ്തത്. അവർ വന്നു, പ്രൊഡക്റ്റ് എടുത്തു. അത് കൊടുത്തതിന് ശേഷം ആദർശ് എന്നെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു, അജയ് ഭായ് ഇതാണ് സംഗതി നടന്നിരിക്കുന്നത്, സംഗതി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എന്നെ അയാൾ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല, സീരിയസ്ലി ഇല്ല. കാര്യം പുള്ളി പ്രൊഡക്റ്റ് കൊടുത്തു. പക്ഷേ അതെന്നെ വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ അത് അയാളുടെ സർവീസിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാവരും ആ സർവീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങള് അക്കൗണ്ടബിലിറ്റിക്കും ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, കൃത്യമായി ചെയ്യുക, റെസ്പോൺസിബിലിറ്റി. ലേശം കൂടി മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യുക, അത് വേറെ ആളെ കൂടി ബോധ്യപ്പെടുത്തുക. നിങ്ങളെ വിളിച്ച് പറഞ്ഞു, കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു, കൃത്യസമയത്ത് നമ്മൾ ആ അക്കൗണ്ടബിലിറ്റി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോഴല്ലേ കുറച്ചും കൂടി ഞാൻ ചെയ്ത കാര്യം അത് നടന്നോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പൊ അക്കൗണ്ടബിലിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. എന്ന് മാത്രമല്ല സർവീസിന്റെ കാര്യം പറയാലോ, ഇതുവരെയായിട്ടും നമുക്ക് അങ്ങനെ എല്ലാവരും ഒരു കംപ്ലൈന്റ് വന്നാൽ ആ കസ്റ്റമർ ഞങ്ങളൊരു കൂടുതൽ അടുക്കുക ചെയ്യുക. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ടെസ്റ്റ് മോണിയിലൊക്കെ വേണ്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്നതാണ്, ഒരു പ്രൊഡക്റ്റിന് പ്രോബ്ലം വരിക എന്നുള്ളത് വലിയ സംഗതിയല്ല, പരിഹരിക്കപ്പെടുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഫർണിച്ചറൊക്കെ ആകുമ്പോൾ അത് ഈ കസ്റ്റമൈസേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരാവുന്ന ഒരു മേഖലയാണ്. എത്ര ശ്രദ്ധിച്ചാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും എന്താ പറയുക, വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് മാത്രമല്ലല്ലേ, വാട്ടർ പ്യൂരിഫയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്തത്. അതിന്റെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം വീഡിയോസ് നമ്മുടെ പേജിലും വരുന്നുണ്ട് നമ്മുടെ ഇതിനെ കുറിച്ച് തന്നെയല്ലേ. എന്തായാലും ഐഫയെ കുറിച്ച് ചോദിച്ചാലും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വളരെ സന്തോഷം. വളരെ സന്തോഷമുള്ള ഒരു കാര്യം വെച്ചാൽ ഐഫ നമ്മൾക്ക് ഒരുപാട് പറഞ്ഞും കേട്ടും കണ്ടും ഒക്കെ ആയിട്ടുള്ള ഐക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പേരുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ വലിയ ബ്രാൻഡായിട്ട് വരട്ടെ, അതിൽ മികച്ച സർവീസുകൾ കൊടുക്കാൻ സാധിക്കും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഇന്റീരിയറായിട്ട് ബന്ധപ്പെട്ട് ആരെന്ത് ചെയ്യുമ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരു പേജാണ് ഡോക്ടർ ഇന്റീരിയർ. പിന്നെ മനോരമയുടെ ഒക്കെ പല ഇതിലും ഒരു പാർപ്പിടത്തിലൊക്കെ താങ്കൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മളൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഐക്യ കേരളത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ച ആർക്കിടെക്ട് ഇൻഫ്ലുവൻസർ താങ്കളാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിലും വളരെ സന്തോഷം. ഐക്യ പോലത്തെ ഒരു സ്വീഡൻ എന്തായാലും ഐഫിലേക്ക് വന്നാലും 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല, സന്തോഷം അറിയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഐഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, വീണ്ടും സ്വാഗതം.